നമസ്കാരം. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്ക് തയ്യാറെടുത്ത് വരുന്ന ഈ സാഹചര്യത്തിൽ ഖത്തറിന് നേർക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇക്കാര്യത്തിൽ അതീവ ദുഃഖിതനാണ് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നത് ഈജിപ്തും ഖത്തറുമാണ്. അത്തരത്തിൽ ഖത്തർ തന്നെ മുൻകൈയെടുത്ത് ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമം നടക്കുമ്പോൾ ഖത്തറിലേക്ക് നടത്തിയ ആക്രമണം ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് തന്നെയാണ് ട്രംപിൻ്റെ അഭിപ്രായം. ഇക്കാര്യത്തിൽ തങ്ങളോട് കൂടിയാലോചിച്ചിരുന്നില്ല എന്നും ഈ തീരുമാനം തൻ്റേതായിരുന്നില്ല, ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ മാത്രം തീരുമാനമാണ് എന്നുമാണ് ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഖത്തറുമായി തങ്ങൾക്ക് വളരെ നല്ല ബന്ധമാണ് ഉള്ളത് എന്നും ആ രാജ്യവുമായുള്ള സൗഹൃദത്തെ തങ്ങൾ എക്കാലത്തും വിലമതിക്കുന്നു എന്നുമാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇസ്രായേൽ ഖത്തറിന് നേർക്ക് ആക്രമണം നടത്താൻ പോകുന്നു എന്നുള്ള വിവരം തനിക്ക് നൽകിയത് അമേരിക്കൻ സൈന്യമായിരുന്നുവെന്നും അടിയന്തരമായി തന്നെ ഇതിനായുള്ള പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫിനോട് ഇക്കാര്യം ഖത്തറിനെ അറിയിക്കാൻ താൻ ചുമതലപ്പെടുത്തിയതും ആണ് എന്ന് ട്രംപ് ചൂണ്ടിക്കാട്ടി. വിറ്റ്കോഫ് തൻ്റെ ദൗത്യം കൃത്യമായി നിറവേറ്റുക തന്നെ ചെയ്തു. പക്ഷേ അതിനിടയിലാണ് ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് എന്നാണ് ട്രംപ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. മധ്യസ്ഥം വഹിക്കുന്ന ഒരു രാജ്യത്തേക്ക് ആക്രമണം നടത്തുക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് എന്നാണ് മറ്റു പല സൈനിക വിദഗ്ധന്മാരുമൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെയാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത്. ട്രംപിൻ്റെ സഹപ്രവർത്തകരും എല്ലാം തന്നെ ഇക്കാര്യത്തിൽ തങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ ബന്ദികളെയും ഒപ്പം അവരുടെ തടവറയിൽ കൊല്ലപ്പെട്ട ഇസ്രയേലുകാരായ വ്യക്തികളുടെ മൃതദേഹങ്ങളുമൊക്കെ തന്നെ അടിയന്തരമായി വിട്ടു നൽകണം എന്നുള്ള ആവശ്യത്തിൽ തങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് എന്നും ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് അമേരിക്കയുടെ കൂടി ലക്ഷ്യമാണ് എന്നുമാണ് അമേരിക്കൻ സർക്കാർ നേരത്തെയും പലതവണ പ്രതികരിച്ചിട്ടുള്ളത്. ഗാസയിലെ ജനങ്ങൾ അടിയന്തരമായി ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് തൊട്ട് പിന്നാലെ ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് ഒരു ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ മിസൈൽ പ്രതിരോധ സംവിധാനം ഇത് തടഞ്ഞതായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ അറിയിച്ചിട്ടുള്ളത്. അതിനിടെ ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്ന കാര്യം തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നാണ് ഇപ്പോൾ ബ്രിട്ടൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഇക്കാര്യത്തിൽ അതിയായ ദുഃഖം പ്രകടിപ്പിച്ചു. ഇക്കാര്യത്തിൽ തനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഖത്തറിന് നേർക്ക് നടത്തിയ ആക്രമണം ശരിയായ രീതിയിലായിരുന്നില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം രാജ്യങ്ങളും ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ അറബ് രാജ്യങ്ങളൊക്കെ തന്നെ ഖത്തറിനെ പിന്തുണയ്ക്കാൻ എത്തുന്നുണ്ട്. ഖത്തർ ഇക്കാര്യത്തിൽ പ്രതികരിച്ച് ഇത് ഭീരുത്വം നിറഞ്ഞ ഒരു നടപടി നിയമവിരുദ്ധവുമാണ് എന്നാണ്. കാരണം ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്ന ആളുകളെ ആക്രമിക്കുക എന്ന് പറയുന്നത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണെന്ന് തന്നെയാണ് മിക്കവാറും എല്ലാവരും തന്നെ ഇപ്പോൾ വിമർശനാത്മകമായി ഉന്നയിക്കുന്നത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തങ്ങൾക്കിതിൽ നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കാര്യം. ഇസ്രായേൽ ഒരുപക്ഷെ തങ്ങളുടെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഒരു നീക്കമാണ് എങ്കിൽ പോലും ഇത്തരത്തിലുള്ളൊരു നടപടി ഒരിക്കലും ശരിയായിരുന്നില്ല എന്ന് തന്നെയാണ് ഭൂരിപക്ഷം അറബ് രാജ്യങ്ങളും ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്.